ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ കേര വെച്ച ചൂടായ കടുകെണ്ണയിലേക്ക് ലേശം കടുകിട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ലേശം കായം കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർക്കാം. ഞങ്ങളിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ പൊടി കൂടെ ചേർക്കാം. നേരത്തെ തന്നെ കേര വറുത്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വിനാഗിരി കൂടി ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കേര കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. കേര വറക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണേ. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ദാ അങ്ങനെ കേര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം തിളയ്ക്കാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ രുചിയൂറും കേര അച്ചാർ റെഡി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബായ്.